പ്രിയപ്പെട്ട ഉത്രം നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. 2025 വർഷം ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങൾ ഏറിയ വർഷമായി തന്നെ കണക്കാക്കാവുന്നതാണ്. മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി ചില ചുവടുവയ്പ്പുകൾ നടത്തുന്നതിനും വ്യക്തിജീവിതത്തിൽ ചില ഊഷ്മളമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ വർഷം ശ്രമിക്കുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നു. ധനകാര്യ മേഖലയിലും ക്രയവിക്രാദികളിലും കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യതകളും ബന്ധുക്കളുമായുള്ള പണമിടപാടുകളെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതയും കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനായുള്ള മാർഗങ്ങൾ തേടുന്നതാണ്. തൊഴിൽ അന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. വിദേശത്ത് തൊഴിലിനായോ വിദ്യാഭ്യാസത്തിനായോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കൈവരുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പൂർത്തിയാക്കപ്പെടാതെ പോയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വർഷം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്തു പോരുന്നവർക്ക് തൊഴിലിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായി വരുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും അത് മനക്ലേശത്തിനും ഇടയായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ മൂലമോ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് മൂലമോ പഠനത്തിൽ നേരിയ തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതാണ്. എന്നാൽ ഉപരിപഠനത്തിനുള്ള മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല പുതിയ അവസരങ്ങളും കൈവരുന്നതാണ്. തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയത്തിനുള്ള സാധ്യത കാണുന്നു. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വർഷാദ്യത്തിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ജൂൺ ജൂലൈ മാസത്തോടു കൂടി പുതിയ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോൾ ഉത്രം നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ സാമാന്യമായൊരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവയിൽ നല്ലതും മോശവുമായിട്ടുള്ള ഫലങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളതാകുന്നു. നല്ല കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല സമർപ്പണം, ശിവക്ഷേത്രത്തിൽ ജലധാര, ഭസ്മാഭിഷേകം, പിൻവിളക്ക് കൊളുത്തൽ എന്നിവയും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.